ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വലിയ നോമ്പിൻ്റെ 19ാമത്തെ ദിവസമായ ഇന്ന് പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് തിരുവചനം എന്ത് ചെയ്യുന്നു എന്നതാണ്. തിരുവചനം പ്രാണനെ തണുപ്പിക്കുന്നു, തിരുവചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, തിരുവചനം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, തിരുവചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, തിരുവചനം വഴി കാട്ടുന്നു, തിരുവചനം പ്രബോധനം നൽകുന്നു, തിരുവചനം പ്രതിഫലം നൽകുന്നു, തിരുവചനം പഠിപ്പിക്കുന്നു, തിരുവചനം ജീവൻ പ്രദാനം ചെയ്യുന്നു, തിരുവചനം കാലടികൾ സ്ഥിരമാക്കുന്നു. നമുക്ക് ഇത് ഒക്കെയും വേദ ഭാഗങ്ങളിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. തിരുവചനം എന്താണ് പറയുന്നത്? 19ാം സങ്കീർത്തനം 7, 8, 11 വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നതെന്ന്? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട് എന്ന് ഇവിടെ എടുത്ത് പറയുന്നു. 1, 2, 3, 4, 6, 7 എന്നീ പോയിന്റുകൾ ഇതിൽ കവർ ചെയ്യുന്നു. 5ാമത്തെ പോയിന്റ് കവർ ചെയ്യാനായിട്ട് 119ാം സങ്കീർത്തനം 18ാം വാക്യം നമുക്ക് എടുത്ത് ഒന്ന് നോക്കാം. എന്താണ് പറയുന്നതെന്ന്? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 119ാം സങ്കീർത്തനം 148ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനിയും നമുക്ക് 8ാമത്തെ പോയിന്റായ പഠിപ്പിക്കുന്നു, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു എന്നതിനെ നമുക്ക് നോക്കാം. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ ലേഖനം 2ാം അധ്യായം 3ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക എന്നാണ് ഇവിടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനിയും 9ാമത്തെ പോയിന്റ് ജീവൻ പ്രദാനം ചെയ്യുന്നു എന്നതാണ്. അതിനു വേണ്ടിയിട്ട് 119ാം സങ്കീർത്തനം 25ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. അടുത്തത് 10ാമത്തെ പോയിന്റ് കാലടികളെ സ്ഥിരമാക്കുന്നു. അതിന് നമുക്ക് നോക്കേണ്ടത് 119ാം സങ്കീർത്തനം 133ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് 133ൽ പറയുന്നതെന്ന്? 133ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എൻ്റെ കാലടികൾ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ എന്നാണ്. എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് തിരുവചനം നമുക്ക് എന്തൊക്കെ തരുന്നു എന്നതാണ്. നമുക്ക് തിരുവചനം പാരായണം ചെയ്യാൻ താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത്, ഒന്നാമത് പ്രാണനെ തിരുവചനം തണുപ്പിക്കുന്നുവെന്നും അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നുവെന്നും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നുവെന്നും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നുവെന്നും വഴി നമ്മളെ കാട്ടുന്നുവെന്നും പ്രബോധനം നൽകുന്നുവെന്നും പ്രതിഫലം നൽകുന്നുവെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുവെന്നും തിരുവചനം ജീവൻ പ്രദാനം ചെയ്യുന്നു എന്നും
തിരുവചനം കാലടികളെ സ്ഥിരമാക്കുന്നുവെന്നും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊക്കെയും മനസ്സിലാക്കി നാം പ്രവർത്തിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കട്ടെ. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, കാരുണ്യവാനായ കർത്താവേ, തിരുവചനത്തെ ധ്യാനിച്ച് ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുവാൻ സംഗതിയാക്കണമേ. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ നേർവഴിയിൽ നടക്കാൻ ഇടയാക്കണമേ. വഴിതെറ്റി നിന്റെ പാതയിൽ നിന്നും അകലാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. തിരുവചനത്തിലൂടെ പ്രബോധനം ലഭിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളെ ഇടവിടാതെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരണമേ. ഞങ്ങളെ നിന്റെ മക്കളായി ജീവിക്കുവാൻ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ കാണാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്തതിന് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കാലടികളെ സ്ഥിരമാക്കണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ശിമ്യോന്റെയും ഹന്നായുടെയും പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ.